മീൻകറി ടേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഉള്ളം കയ്യിൽ അങ്ങോട്ട് ചൂടോടെ കൂടി ഒഴിച്ച് തന്നെ ടേസ്റ്റ് ചെയ്യണം. അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത തന്നെയാണ്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഹായ് ഹലോ ഫ്രണ്ട്സ്, ട്രാവലിംഗ് ഷിപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ല പാൽ പിഴിഞ്ഞ് വെച്ച ചെമ്മീൻ കറിയാണ്. എന്നാൽ ആലോചിക്കേ, പാൽ പിഴിഞ്ഞ ചെമ്മീൻ കറിയും പിന്നെ നമ്മുടെ വെള്ളയപ്പൊക്കെ എടുത്ത് കഴിക്കുന്ന ഒരു ഫീല്, ആ ഫീൽ നിങ്ങൾ കാണണ്ടേ? അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് ഇനി നല്ല അടിപൊളി ചെമ്മീൻ വേണം. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും നല്ല എരിവും ഒക്കെ ചേർത്ത നല്ല അടിപൊളി ചെമ്മീൻ. അതൊന്ന് മാരിനേഷൻ ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ അടുത്ത് വേണ്ടത് പുളിക്കായിട്ട് ഒരു ടൊമാറ്റോയുടെ പാതി, പിന്നെ കുറച്ച് നീളത്തിലരിഞ്ഞ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വേണം. പിന്നെ അടുത്ത് വേണ്ടത് നല്ല അടിപൊളി കറിവേപ്പിലയാണ്. നല്ല ഫ്രഷ് കറിവേപ്പില, അത് മീൻ കറിയിലുള്ളത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അടുത്തത് നല്ല സ്ലൈസ് ചെയ്ത ഉള്ളി. നല്ല സ്ലൈസ് ചെയ്ത ഉള്ളി എന്ന് മൊരിയുമ്പോൾ ഉള്ള ടേസ്റ്റ് ഹാഹാ. പിന്നെ നമുക്ക് എരിവിനായിട്ട് കുറച്ച് പച്ചമുളക്. പിന്നെ നമുക്ക് പാൽ പിഴിഞ്ഞതായതുകൊണ്ട് 2-ാം പാലും 1-ാം പാലും വേണം. ഇത് 2-ാം പാലാണ്, ഇത് നമ്മുടെ കട്ടിയുള്ള 1-ാം പാല്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, നമ്മുടെ അടിപൊളി നല്ല പുളിവെള്ളം, ഒരു പുളിക്കായിട്ട് ലൈറ്റായിട്ട്. സംഭവം അടിപൊളിയായിരിക്കും ഇനി മീൻകറി. ചട്ടിയിൽ മീൻകറി വയ്ക്കുന്നതാണ് പ്രത്യേക നല്ലത് കേട്ടോ. ഇപ്പം നമ്മൾ ചെറിയൊരു സ്റ്റീൽ പാത്രം എടുത്തു, അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കോക്കനട്ട് ഓയിലാണ് ശരിക്കും കേരള തനിമ നമ്മളങ്ങോട്ട് ഓർമ്മിപ്പിക്കും. എണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി അങ്ങോട്ട് സ്ലൈസ് ചെയ്ത് ഉള്ളി അങ്ങോട്ട് ആഡ് ചെയ്യണം. എണ്ണയിൽ ഉള്ളി കിടന്ന് ഇങ്ങനെ മൊരിയുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ വേറെ തന്നെയാണ്, നല്ലൊരു രുചിയാണ്. പിന്നെ ചെറുതായിട്ടൊന്ന് പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ കൂടി ആഡ് ചെയ്യണം. ടൊമാറ്റോയുടെ ഒരു പുളി നല്ലതാണ്. മീൻകറിയിൽ ചിലവരാണ് ടൊമാറ്റോ ചെയ്യുക, ചിലർ ടൊമാറ്റോ ഇടാറേ ഇല്ല. ടൊമാറ്റോയും നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച ആ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടാം. ഇപ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. ടൊമാറ്റോയും സ്ലൈസ് ഓണിയനും ഇട്ടു. എവിടെ ചില്ലിന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അവിടെ നല്ല പച്ചമുളക് ഒന്നിൻ്റെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല പച്ചമുളകും കൂടി ആ എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയ ശേഷം കുറച്ച് ജിഞ്ചർ ഇടാന്നുള്ളതാണ്. ജിഞ്ചർ ഇട്ട് നല്ല നീളത്തിലഞ്ഞ് ജിഞ്ചർ ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയ ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി അതിൽ അങ്ങ് ആഡ് ചെയ്യുക. അങ്ങനെ നന്നായിട്ട് വീണ്ടും പഴയപടി ഒന്ന് മിക്സ് ചെയ്യുക. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങ് എടുക്കുക. അപ്പോൾ അത്യാവശ്യം ഐറ്റംസൊക്കെ നമ്മൾ ഇട്ടു. ഇനി നല്ല മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വീട്ടിൽ നമ്മൾ ഉണക്കി പൊടിച്ച മുളക് പൊടിയാണെങ്കിൽ അതിനൊരു പ്രത്യേകതയായിരിക്കും. അതായത് നമ്മളിപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ അല്ല, 1 ടീസ്പൂൺ മതിയാവും. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യും. അടി പിടിക്കാതെ നല്ലോണം ഇളക്കണേ. നല്ല മീൻകറി സ്വാദാവുള്ളൂ. അടി പിടിച്ചാൽ പിന്നെ തീർന്നു. അങ്ങനെ നമ്മുടെ മല്ലിയും മുളകും ഒക്കെ ഇട്ട് നമ്മളത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാരിനേഷൻ ചെയ്ത് വെച്ച നമ്മുടെ പ്രോൺസ് നമുക്ക് ആഡ് ചെയ്യാം. പ്രോൺസ് ആഡ് ചെയ്തിട്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിലൊന്ന് മസാലയൊക്കെ ഇടുന്ന മിക്സായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് നമ്മുടെ പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. പുളിവെള്ളം ഒഴിച്ചിട്ട് ചെറിയ ചൂടിൽ ആ പുളിവെള്ളവും ആ ഒരു ഫിഷും കൂടി ഇങ്ങനെ ചൂടായി വരുമ്പോൾ ആ ഫിഷിലേക്ക് ആ പ്രോൺസിലേക്ക് അങ്ങോട്ട് പുളിയൊക്കെ അങ്ങോട്ട് പിടിക്കും. ആഹാ, ഒരു കുറച്ച് നേരം ഒന്ന് പുളിവെള്ളം ഒഴിച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി നല്ല സെറ്റായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ പാൽ പിഴിഞ്ഞ മീൻ കറി, അതായത് പാൽ പിഴിഞ്ഞ ചെമ്മീൻ കറിക്ക് പാൽ, അതായത് തേങ്ങാപ്പാലിലല്ല പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മളിങ്ങനെ തേങ്ങാപ്പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കണം.
തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് നന്നായിട്ട് ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും ആ പുളിയുടെ ടേസ്റ്റും എരിവും പുളിയും അങ്ങോട്ട് മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം തന്നെ വായിൽ വെള്ളം ഊറുന്നു. തൃശ്ശൂർ പൂരത്തിന് സാമ്പിൾ വെടിക്കെട്ട് പോലെയാണ് നമ്മുടെ ഈ രണ്ടാം പാൽ എന്ന് പറയുന്നത് ചേട്ടാ. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്ക് അടുത്ത് വരുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയാവുള്ളൂ. ഇത് ചെറിയൊരു വെടിക്കെട്ടിനായിട്ട്. ഇനി അടച്ചു പിടിച്ച് നല്ലോണം ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ, 2 മിനിറ്റ്. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പാല് പിഴിഞ്ഞ് വെച്ച നല്ല അടിപൊളി കിടുകാച്ചി മീൻ കറി. അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് നമ്മൾ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ കുക്കായിട്ടുണ്ട്, ഫിഷൊക്കെ അതായത് പ്രോൺസൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട്. ഓൾമോസ്റ്റ് പ്രോൺസൊക്കെ നന്നായിട്ടും കുക്കായതുകൊണ്ട് നമുക്കിനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം. എന്താണെന്നറിയോ? ഒന്നാം പാൽ. പക്ഷെ അതിനു മുമ്പ് ചെറിയൊരു പരിപാടി ഉണ്ട്, അതും കൂടി ഒന്ന് നോക്കണം. ഇതാണ് മീൻകറിയിലെ ഇമ്പോർട്ടൻറ്റ് പരിപാടി. ചൂടുള്ള മീൻകറി ഉള്ളം കൈയിലേക്ക് അങ്ങ് ഒഴിച്ചിട്ടുണ്ടല്ലോ, അത് നാവുകൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പുണ്ടോ നോക്കാനായിട്ട്. അടിപൊളിയല്ലേ ആ ടേസ്റ്റ്. കയ്യിൽ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിലും അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. അപ്പോൾ നേരത്തെ പറയുമ്പോൾ നമുക്ക് ഉപ്പ് കുറവായിരുന്നു, നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടു കേട്ടോ. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ അങ്ങ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി ഇവിടെ ഫൈനൽ സ്റ്റേജായി. അതായത് ഇനി മീൻകറി വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് പാൽ പിഴിഞ്ഞ് 1 2 3 തവണ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാൽ പിഴിഞ്ഞ മീൻകറി ഇവിടെ റെഡിയായി. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പാൽ പിഴിഞ്ഞ മീൻകറി. ഇനി അതിലേക്ക് നമ്മൾ ഫൈനലായിട്ട് ആഡ് ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ പറയുക, ഇതിൻ്റെ പേര് എപ്പോഴും ഞാൻ മറക്കും. കറിവേപ്പില. അതന്നെ, കേരളക്കാരനായിട്ട് കറിവേപ്പില അറിയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ. സംഭവം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കിടുക്കനാണ്, അടിപൊളിയാണ്. പാലപ്പത്തിൻ്റെ കൂടെ ഇത് പൊളിയാണ്, വേറെ ലെവലാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.